മോഹൻലാൽ എന്ന നടന് അഭിനയിക്കാൻ അറിയില്ല. അഭിനയിക്കാൻ അറിയില്ല. മോഹൻലാൽ എന്ന ആ നടന് അഭിനയിക്കാൻ അറിയില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ എന്നെ മോഹൻലാൽ ആരാധകരും അതേപോലെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരും ലാലേട്ടനെ ചങ്കിലി കൊണ്ട് നടക്കുന്നവരൊക്കെ കല്ല് കയ്യിൽ കിട്ടിയാൽ എറിയാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇല്ലേ? അതുപോലെ എന്നെ ചീത്ത വിളിക്കാനായിട്ടുള്ള ഒരു ഉൾപ്രേരണ ഉള്ളിൽ നിന്നുണ്ടാകും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാനിവിടെ പറയുന്നത് മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അദ്ദേഹം ജീവിക്കുകയാണ്. അഭിനയം പഠിക്കാത്ത ഒരാളാണ് മോഹൻലാൽ. അഭിനയം പഠിക്കാത്ത ഒരാൾ ഓരോ കഥാപാത്രങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ സെക്കൻഡുകളുടെ വേഗത്തിൽ ജീവിക്കുകയാണ്. ഇപ്പൊ മോഹൻലാൽ എന്ന നടന് ഒരു കരയാനായിട്ടുള്ള, അതായത് ഇമോഷണൽ ആയിട്ടുള്ള രംഗം അഭിനയിക്കാനായിട്ട് ഒരു സംവിധായകൻ പറഞ്ഞാൽ അദ്ദേഹം ആ സീനിൽ അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. പെട്ടെന്ന് ടക്ക് വേഗത്തിൽ, സെക്കൻഡുകളുടെ വേഗത്തിൽ അദ്ദേഹം ചിരിച്ച് അഭിനയിക്കാനായിട്ട് സംവിധായകൻ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മറ്റുള്ള നടന്മാർക്ക് സാധിക്കാത്തതിനേക്കാൾ വേഗത്തിൽ മോഹൻലാൽ അവിടെ ജീവിക്കുകയാണ്. ഒരു 100,000 വർഷങ്ങൾ ചിരിക്കേണ്ട ചിരി ഉള്ളിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഭാവഭേദങ്ങൾ മുഖത്ത് വരും. അതാണ് ലാലേട്ടന്റെ കഴിവ്. അപ്പൊ അത് മമ്മൂക്ക, ലാലേട്ടൻ അങ്ങനെയുള്ള നടന്മാർക്കൊക്കെ അവരുടെ ശരീരഘടനയിൽ തന്നെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു എനർജിയാണത്, എനർജി ലെവലാണ്. ഇപ്പൊ ലാലേട്ടനെ, മോഹൻലാലിനെ കളിയാക്കുന്ന അനവധി പേരുണ്ട്. എടുത്തു നോക്കിയാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ തോണ്ടി നോക്കിയാൽ നമുക്ക് നിരന്തരം കാണാൻ പറ്റും എപ്പോഴും കളിയാക്കലുകൾ. അതെന്താണെന്ന് അറിയാമോ? അവരിങ്ങനെ എപ്പോഴും കളിയാക്കുന്നത്, അവരിത്തരം ഈ ഒരു വലിയ ഇതിഹാസമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന, വലിയൊരു കൊടുമുടി പോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ താരത്തിനെ കളിയാക്കുമ്പോഴാണ് അവരൊന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. അതാണ് അതിന്റെ സത്യം. അല്ലാതെ ചുമ്മാ അവർ അദ്ദേഹത്തിനെ ഇങ്ങനെ കളിയാക്കാതെയൊക്കെ ഇരുന്നാൽ അവരെ ആരും തിരിഞ്ഞു നോക്കാൻ പോണില്ലല്ലോ. അപ്പൊ ഒരു ടെക്നിക്കാണ് അത്, ശരിക്കും പറഞ്ഞൊരു തന്ത്രമാണ് അത്. ഈ മോഹൻലാൽ എന്ന നടനെ ഒന്ന് ചൊറിയുമ്പോൾ, മോഹൻലാലിന് നല്ലതുപോലെ ആരാധകരുണ്ട് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ. അപ്പൊ അത്തരത്തിലുള്ളൊരു നടനെ നിരന്തരം ചൊറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരൊന്ന് ശ്രദ്ധിക്കപ്പെടും. ഇവര് ഈ മോഹൻലാൽ ആരാധകരുടെ ചീത്തവിളിയാൽ ഈ ചൊറിയുന്നവരൊന്ന് ഒന്ന് ഉയർന്നു വരും. അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. അതവിടെ കിടക്കട്ടെ. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ്, ജനിച്ച ദിവസമാണ്. 1960 മെയ് 21 ലാലേട്ടൻ ജനിച്ചത്. ഇലന്തൂർ ഗ്രാമത്തിൽ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരി എന്ന ആ അമ്മയുടെയും മകനായിട്ട് മോഹൻലാൽ ഇളയ മകനായിട്ട് ജനിച്ചു. അവർക്ക് 2 മക്കളാണ്. മൂത്ത മകൻ പ്യാരിലാലാണ്, രണ്ടാമത്തെ മകൻ മോഹൻലാൽ. മോഹൻലാൽ എന്നുള്ള പേര് ആദ്യം നിർദ്ദേശിച്ചത് മോഹൻലാലിന്റെ അമ്മാവനായിരുന്നു. പക്ഷെ അതിനു മുമ്പ് മോഹൻലാൽ എന്നുള്ള പേര് ഇടുന്നതിനേക്കാൾ മുമ്പ് റോഷൻ ലാൽ എന്നിട്ടുള്ള പേരുകളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വിളിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ വിശ്വനാഥൻ നായർ ഒരു തീരുമാനമെടുത്തു, എന്ത് പേരിട്ടാലും അതിൻ്റെ അറ്റത്ത് പേരിൻ്റെ കൂടെ നായർ എന്നുള്ള ആ ഒരു പേര് വേണ്ട. അങ്ങനെ അമ്മാവൻ ആദ്യം പറഞ്ഞ പേര് തന്നെ ഇവര് തീരുമാനിച്ചു, മോഹൻലാൽ. വാലറ്റത്തുള്ള എല്ലാ കട്ടിങ്ങും അവർ ഒഴിവാക്കി, മോഹൻലാൽ. അങ്ങനെ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനായിട്ട് മാറി, നരേന്ദ്രൻ. പക്ഷെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുന്നതിന് മുമ്പായിട്ട് തിരനോട്ടം എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചതെങ്കിലും ആ ചിത്രം പതുക്കെയാണ് അത് കടന്നു വന്നത്, വെള്ളിത്തിരയിലേക്ക് കടന്നു വന്നു. അപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകനായി വന്ന മോഹൻലാൽ മലയാള സിനിമയിൽ കുറെ പാട്ടുകളും പാടി എല്ലാവരെയും സ്നേഹിപ്പിച്ച് മികച്ച വേഷങ്ങൾ ചെയ്ത് ടക്ക് എന്നാണ് ഉയർന്നത്. അത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ ഇതൊന്നും അറിയാതെ ചുമ്മാ എന്തൊക്കെയോ എന്നിങ്ങനെ പറയുന്നു. അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളൊന്ന് നോക്കൂ, ഒന്ന് കണ്ടു നോക്കൂ, അടിപൊളിയല്ലേ. 1989 കിരീടം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് പ്രത്യേക ജൂറി പരാമർശമുണ്ടായി. ദേശീയ പുരസ്കാരം, പ്രത്യേക പരാമർശം എടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ച് ലാലേട്ടൻ അങ്ങനെ ദേശീയ പുരസ്കാരത്തിന്റെ നിറവിലേക്ക് ഉയർന്നു വന്നു 1989. പിന്നീട് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ഒരു മികച്ച നടൻ എന്നുള്ള അഭിനയത്തിന് കിട്ടിയത് 1991 ഭരതം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു. കല്ലിയൂർ ഗോപൻ, അടിപൊളി അഭിനയമല്ലേ. അത് ഏത് നടൻ അഭിനയിക്കും അതേപോലെ ആ ഒരു താളലയ ഭാവത്തോടു കൂടി ഗാനം ആലപിക്കുന്ന സ്റ്റൈലിൽ ഏത് നടൻ അഭിനയിക്കും? വേറെ ഏതെങ്കിലും നടന്മാരെ അഭിനയിച്ചാൽ ചിലപ്പോൾ നമുക്കത് ഇങ്ങനെ പാട്ട് മ്യൂട്ട് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ചീത്ത വിളിക്കുന്ന പോലെ നമുക്ക് തോന്നും, ഈ വായൊക്കെ കിടന്ന് അനങ്ങുന്നത് കണ്ട്. മോഹൻലാൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. അപ്പൊ വിമർശിക്കുന്നവർ പ്രത്യേകിച്ച് കേൾക്കണം. 1999 പിന്നെ ദേശീയ പുരസ്കാരം, നാഷണൽ അവാർഡ് കടന്നു വന്നത് വാനപ്രസ്ഥം എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിനാണ്. ആ ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് കുഞ്ഞിക്കുട്ടൻ, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ
ആ നടന വൈഭവം അങ്ങനെ എല്ലാവരും കണ്ട് 1999 ദേശീയ പുരസ്കാരം. അന്ന് തന്നെ സംസ്ഥാന അവാർഡും ലാലേട്ടന് കിട്ടിയിട്ട. സ്റ്റേറ്റ് അവാർഡും 99 സ്റ്റേറ്റ് അവാർഡും ഈ വാനപ്രസ്ഥത്തിലെ അഭിനയത്തിനായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ 2016 ജനതാ ഗ്യാരേജ് എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം ഉണ്ടായി. ദേശീയ പുരസ്കാരത്തിന്റെ പ്രത്യേക ജൂറി പരാമർശം ലാലേട്ടന് കിട്ടുകയുണ്ടായി. അതുപോലെ മുന്തിരിവള്ളി തളിർക്കുമ്പോൾ എന്ന ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രത്തിലെ അഭിനയത്തിനും പ്രത്യേക ജൂറി പരാമർശം ലാലേട്ടന് കിട്ടി. ഇപ്പൊ നമ്മൾ കുറെ ചിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ. 1989 ആ സമയം മുതലാണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരത്തിലേക്ക് ആദ്യത്തെ ഒരു ഓഫർ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കുറേയേറെ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ പിറവിയെടുത്തിരുന്നു. ഒരുപാട് മികച്ച ചിത്രങ്ങളുണ്ട്, ഒട്ടേറെ ചിത്രങ്ങളുണ്ട്. പക്ഷേ ഈ ജൂറി പരാമർശം കിട്ടുകയും അല്ലെങ്കിൽ മികച്ച നടനായിട്ടുള്ള ആ ഒരു ഇത് അദ്ദേഹം കരസ്ഥമാക്കുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ അത്തരം ചിത്രങ്ങളൊന്നും ഈ ജഡ്ജ് ചെയ്യാനിരിക്കുന്നവർ കണ്ടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. എത്ര ചിത്രങ്ങളല്ല, ഒരു പിടി ചിത്രങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ മികച്ച അഭിനയം അറിയാത്ത, ഞാനിത് എടുത്തു പറയുന്നത് അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, അഭിനയിക്കുകയല്ല, മോഹൻലാൽ എന്ന നടൻ ജീവിക്കുകയാണ്. അങ്ങനെയൊക്കെ ജീവിച്ച് കാണിക്കുന്നു, ഒരു കഥാപാത്രത്തെ കൈ കിട്ടിയ ജീവിച്ച് കാണിക്കുന്നു നടന്മാരുടെ കാറ്റഗറി പരിശോധിച്ചാൽ അതിൽ മമ്മൂക്കയും സ്ട്രോങ് ആയിട്ടാണ് നിലനിൽക്കുന്നുണ്ട്. മോഹൻലാൽ, മമ്മൂക്ക. അപ്പൊ നമ്മൾ മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത്. ലാലേട്ടൻ ശങ്കാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ ഒരു കിലുക്കം തന്നെയാണ് അല്ലെ. അപ്പൊ മോഹൻലാലിന്റെ സംസ്ഥാന അവാർഡുകൾ നേടിയ ചിത്രങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താം. TP ബാലഗോപാൽ LMA 1986 പുറത്തു വന്നു. ആ ചിത്രത്തിലെ മികച്ച നടനായിട്ട് ലാലേട്ടന് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കയ്യിൽ കിട്ടി. അതുപോലെ 1988 ആ വർഷത്തിൽ പാദമുദ്ര, ചിത്രം, ഉത്സവ പിറ്റേന്ന്, ആര്യൻ, വെള്ളാനകളുടെ നാട്, ഈ ചിത്രങ്ങളുടെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണോട്ടോ, കിട്ടില്ല ചിത്രമല്ലേ. ചിത്രം, പാദമുദ്രയൊക്കെ സൂപ്പർ പടങ്ങളാണ്. ആര്യൻ, വെള്ളാനകളുടെ നാട്. ഈ വെള്ളാനകളുടെ നാടൊക്കെ ഇന്നത് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, ആ കഥ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഭിനയിച്ച താരങ്ങളെ വെച്ച് മറ്റ് വേറെ താരങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അതൊന്നും അത്ര സൂപ്പറാവില്ല, അത് ഉറപ്പാണത്. അപ്പൊ അന്ന് പ്രത്യേക ജൂറി പരാമർശം, സ്റ്റേറ്റ് അവാർഡിന്റെ പ്രത്യേക ജൂറി പരാമർശം ലാലേട്ടന് കിട്ടി. അതുപോലെ തന്നെ 1991 അഭിമന്യു, കിലുക്കം, ഉള്ളടക്കം, ഈ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനായിട്ട് 91 ലാലേട്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 95 കാലാപാനി, സ്ഫടികം, മികച്ച സൂപ്പർ ചിത്രങ്ങളായിരുന്നു. അതിലെ അഭിനയത്തിലെ ലാലേട്ടന് മികച്ച നടനുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ 1999 വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് ലാലേട്ടന് സ്വന്തമായി കിട്ടി. 2005 വർഷത്തിലെ തന്മാത്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹം മികച്ച നടനായിട്ട് മാറി. അങ്ങനെ 2007 ആ വർഷത്തിലെ മികച്ച നടനുള്ള അവാർഡ് പരദേശി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലാലേട്ടന് സ്വന്തമായി കിട്ടി. പക്ഷെ നമ്മൾ അവാർഡുകളുടെ കൂട്ടത്തിൽ സ്റ്റേറ്റ് അവാർഡും ദേശീയ പുരസ്കാരം മാത്രമാണ് പറഞ്ഞതെങ്കിലും കുറേയേറെ മറ്റ് അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നന്ദി പുരസ്കാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർ സ്ക്രീൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദക്ഷിണ ഫിലിം ഫെയർ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നു ലാലേട്ടൻ. അപ്പൊ ഈ വിമർശിക്കുന്നവർ ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. അവർ ചുമ്മാ ഇരുന്ന് വിമർശിക്കുകയാണ്. വിമർശിക്കുന്നവരുടെ മെയിൻ ഉദ്ദേശം ലാലേട്ടനെ വിമർശിക്കുമ്പോൾ അവർ ഒന്ന് ഫേമസ് ആകും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവ വികാസം. ഈ സിനിമ നടനായി കഴിഞ്ഞ ഒരാൾ നടനായി തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ മാത്രം അഭിനയം കൊണ്ട് രക്ഷപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ചില ആളുകൾ നിർബന്ധ ബുദ്ധിയോടുകൂടി വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിനിമ നന്നാവണമെങ്കിൽ ഏറ്റവും വേണ്ടത് അതിന്റെ സ്ക്രിപ്റ്റാണ്. ഒരു നടൻ എങ്ങനെയൊക്കെ മരിച്ച് അഭിനയിച്ച് ആ പടത്തിന് വിജയിപ്പിക്കാനായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചാലും അതിന്റെ സ്ക്രിപ്റ്റ് എവിടെയൊക്കെ വീണു പോകുന്നു അവിടെയൊക്കെ ആ പടം പരാജയപ്പെട്ടു പോകും. അത് നമ്മൾ വർഷങ്ങളായിട്ട്, കൊല്ലങ്ങളായിട്ട് കണ്ടുവരുന്നതാണ്. മികച്ച തിരക്കഥാകൃത്തുക്കളായിട്ട് ഒരുപാട് പേര് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. പത്മരാജൻ, ഭരതൻ, ലോഹിതദാസ്. ഇപ്പൊ അതേപോലുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർവമായിട്ടേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ കൃത്യമായ രീതിയിലുള്ള മലയാള സിനിമയുടെ വളർച്ച, നല്ല പടങ്ങൾ ഉണ്ടാകാതെ പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ സ്പീഡ് ടൈപ്പ് സിനിമകളാണ്. വളരെ പെട്ടെന്ന് കഥ പറയുന്ന രീതിയാണ്. അത്തരത്തിലുള്ള കഥ പറച്ചിലിനെ കൃത്യമായ രീതിയിൽ എഴുതി കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇനി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പുതുപുത്തൻ ചിത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന്, അതിൽ നല്ല തിരക്കഥകൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടൻ വളരെ പെട്ടെന്ന് ഉയർന്ന് ഇങ്ങനെ ഒറ്റയടിക്ക് പൊന്തി വന്ന നടനൊന്നും അല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് വളർന്ന താരമാണ്. ഇപ്പൊ കുറേയേറെ വിമർശിക്കുന്നവർ പറയുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ട് അഭിനയിച്ച സിനിമകളൊക്കെ അടിപൊളിയായിരുന്നു, ഇപ്പൊ ഒക്കെ വളരെ മോശം. അപ്പൊ പണ്ട് അദ്ദേഹം അഭിനയിച്ച ആ സമയത്ത് വിമർശിച്ചവർ പറഞ്ഞിരുന്നതോ
ഇപ്പൊ വന്നിരിക്കുന്ന യുവനടന്മാർ തീരെ പോരാ, വയ്യ, ആ ടൈപ്പാണ് അന്ന് ഒക്കെ വിമർശിച്ചവർ. ഇപ്പൊ വിമർശിക്കുന്നവരുടെ രീതി ഇങ്ങനെയാണ്. പണ്ടത്തെ സിനിമകൾ നല്ലതാണ്, ഇപ്പോഴത്തെ കൊള്ളൂല. പക്ഷെ നല്ലത് നല്ല രീതിയിൽ കാണാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു നടൻ ആ സിനിമയിൽ മികച്ചതായിട്ട് അഭിനയിച്ചത് കൊണ്ട് ആ സിനിമ രക്ഷപ്പെടണമെന്നില്ല. അതിന്റെ സ്ക്രിപ്റ്റ് നന്നാവണം. അപ്പൊ അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ടു പോയ ചിത്രങ്ങൾ മുഴുവൻ ആ പരാജയത്തിന്റെ ഭാരം മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അത് വളരെ മോശമാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞുള്ള നടന്റെ ആ അഭിനയത്തിന്റെ കാലിബർ, അതുപോലെ അഭിനയിക്കാൻ പറ്റിയ നടന്മാരൊന്നും വേറെ ഇല്ല. അദ്ദേഹം ഈസി ആയിട്ടാണ്, അദ്ദേഹം ഡാൻസ് ഒക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ? അതേപോലെ ആര് ചെയ്യും മലയാള സിനിമയിൽ? അദ്ദേഹത്തിന്റെ ഇത്ര വയസ്സിൽ, ഈ 65-ാം വയസ്സിൽ അദ്ദേഹം നിലനിൽക്കുമ്പോഴും അദ്ദേഹം ഓരോരോ സ്റ്റെപ്പുകൾ ചെയ്യാനായിട്ട് ഈസി ആയിട്ടാണ് മെയ് വഴങ്ങുന്നത്. ഈസി ആയിട്ട് അദ്ദേഹം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടനാണെന്നാണ് പഴയ മുതിർന്ന നടന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടിപൊളിയായിട്ട് അദ്ദേഹം ഇനിയും മികച്ച വേഷങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കട്ടെ. 18-ാം വയസ്സിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരം ഇന്ന് 65-ാം വയസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ ഇനിയും ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ആ നടന്റെ മനസ്സിൽ. മറ്റുള്ളവർ തന്നെ വിമർശിക്കുമ്പോഴും അതിനെയെല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു താരമാണ് അദ്ദേഹം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം തന്നെ. മറ്റുള്ളവർ നിരന്തരം അദ്ദേഹത്തിനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം ഓരോ നിമിഷവും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ മലയാള സിനിമയിലെ മോഹൻലാൽ എന്ന താരകം അടിപൊളിയായി നിലനിൽക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഓക്കെ, ടാറ്റാ.